ചേച്ചി എത്തിയോ? ഇല്ല. ഞാൻ വിളിക്കാവുന്നിടത്തൊക്കെ വിളിച്ചു ചോദിച്ചതാ, എങ്ങും ചെന്നിട്ടില്ല. രാവിലെ കുറച്ചു സമയം ഫോൺ ഓണായിരുന്നു, അതിനുശേഷം അത് പ്രവർത്തിച്ചിട്ടില്ല. അതെങ്ങനെ സിദ്ധുവേട്ടന് മനസ്സിലായി? സൈബർ സെൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ വിളിച്ച് ചോദിച്ചതാ. എന്നാ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല, ഇറങ്ങി അന്വേഷിക്കണം. പാർവതി അമ്മയ്ക്ക് പറ്റിയത് പ്രേമേച്ചിക്ക് പറ്റരുത്. പാർവതി അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് നിനക്കറിയോ? അതറിയില്ല. എന്തായാലും ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ, എവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ പ്രേമേച്ചിക്ക് ഉണ്ടാവരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നമ്മൾ അവളെ കണ്ടുപിടിക്കണം സിദ്ധു. അവൾക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് അവളെ ഇവിടെ തിരിച്ചെത്തിക്കണം. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാല, സൂക്ഷിക്കണം. നിനക്കെന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഇല്ല, ഞാനാണെങ്കിൽ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എവിടെയായിരുന്നു? കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ വൈകി. അപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. കാര്യം പ്രേമേച്ചി ഞാനും തമ്മിൽ നല്ല രസത്തിലായിരുന്നില്ല. പക്ഷെ കാണാനില്ലെന്നറിഞ്ഞപ്പോ ഉള്ളിലൊരു വിഷമം പോലെ. എത്രയൊക്കെ വന്നാലും കുറച്ചു കാലം എന്റെ ഭർത്താവിന്റെ സഹോദരി സ്ഥാനം വഹിച്ചിരുന്ന ആളാണല്ലോ. ആ സ്നേഹം എന്നും എന്റെ ഉള്ളിലുണ്ടായിരിക്കും. അളിയ, ഇനി സമയം കളയണ്ട, സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. അതാ വേണ്ടത്. പോലീസ് വരട്ടെ. കുട്ടിക്കളി കളിച്ചിരിക്കാനുള്ള സമയമല്ല ഇത്. ഒട്ടും സമയം കളയാതെ അന്വേഷണം നടക്കണം, അല്ലെങ്കിൽ അപകടം. ഞാൻ പോയി പ്രേമയുടെ ആധാർ കാർഡ് എടുത്തോണ്ട് വരാം, എന്തെങ്കിലും ആവശ്യം വന്നാലും. അവിടെ വെച്ചിരുന്ന പ്രേമയുടെ ആഭരണങ്ങളൊന്നും കാണാനില്ല. അതോടെ പോയി. അപ്പം വീടിനകത്ത് കള്ളം കയറിയോ? കള്ളം കയറിയ സ്വർണം മാത്രമല്ലേ പോവൂ, ചേച്ചിയും കാണാതാവൂ. കള്ളം കയറിയെന്ന് വിചാരിക്കേ, സ്വർണം മുഴുവനും എടുത്തോണ്ട് പോയി. പരാതിപ്പെട്ട കൊന്നു കളയൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാവും അവര് പോയത്. അവര് പോയതും പ്രേമേച്ചി സ്റ്റേഷനിലേക്ക് പോകാനിറങ്ങി. മഴയിൽ കാത്തു നിന്നിരുന്ന സംഘം പ്രേമേച്ചിയെ തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ സംഭവിച്ചൂടെ? പട്ടാ പകല് നടുറോടി വെച്ച് തട്ടിക്കൊണ്ട് പോവാനോ? എന്നാൽ അത് റോഡിലുണ്ടായിരുന്ന ആരും അറിയില്ലേ? അങ്ങനൊന്നും സംഭവിച്ചു കാണില്ല. ഇതിന്റെ പിന്നില് വേറെ എന്തോ ദുരൂഹതയുണ്ട്. പോലീസ് വിചാരിച്ചാലേ ഇനി അതിന്റെ കെട്ടഴിക്കാൻ പറ്റൂ. അത് തന്നെ എനിക്കും തോന്നുന്നത്. നീ വേഗം സ്റ്റേഷനിലേക്ക് ചെല്ലേ, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നല്ല ധൈര്യത്തോടെ നിൽക്കേണ്ട സമയമല്ലേ ചേട്ടച്ചേപ്പോ? അതിന് പകരം ഇങ്ങനെ വിഷമിച്ചാലോ? ഇതുവരെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇപ്പോ അതും പോയി. അവക്ക് വല്ല അവാർഡോ പറ്റി കാണോ ചന്ദ്രേ? അത് എനിക്കെങ്ങനെ പറയാൻ പറ്റും? എന്തായാലും നമുക്ക് ഈ വീട് മുഴുവൻ ഒന്ന് പരിശോധിക്കാം. കള്ളന്മാര് കയറിയതാണെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ. അത് കിട്ടുന്നത് കേസിനൊരു തുമ്പുണ്ടാക്കാൻ നല്ലതായിരിക്കും. അത് ശരിയാ അമൃത. നിങ്ങൾ രണ്ടാളും പോയി വീടൊന്ന് കാര്യമായിട്ട് പരിശോധിക്കേ.
നീ എവിടെയായിരുന്നു? ആ എന്തിനാ നിന്നോട് പറയുന്നത്? ഞാനേ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. ആദ്യം ചോദിക്കാൻ നീ ആരാ? അച്ഛനെ നീ ചതിച്ചു അല്ലേ? ഓ, പോലീസ് കൊടുത്ത പരാതിയായിരിക്കും. സത്യത്തിലെ അച്ഛന്റെ പേര് പറയാനല്ല ഞാൻ പോയത്. പരാതി കൊടുത്തപ്പോ അവര് ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പോലീസുകാരല്ലേ, എന്നെ പോലൊരു സാധാരണക്കാരന് എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റും? നിനക്ക് പകരം ഞാൻ പോരുന്നെങ്കില് അച്ഛനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു.